പൈനാപ്പിൾ വില കുത്തനെ താഴേക്ക്. കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യങ്ങൾ കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലുണ്ടായ ഇടിവാണ് വിപണിയിലെ തിരിച്ചടിക്ക് പ്രധാന കാരണം. രക്ഷയില്ല. പൈനാപ്പിൾ കർഷകരും പ്രതിസന്ധിയിൽ. അതെ, യുദ്ധവും ഇന്ധനക്ഷാമവും സംസ്ഥാനത്തെ പൈനാപ്പിൾ കർഷകരുടെ ജീവിതത്തിൽ വലിയ വിള്ളൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ വിവാഹ സീസണും വേനൽക്കാലവും ഒന്നിച്ചെത്തുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൈനാപ്പിൾ വില സാധാരണഗതിയിൽ 50 രൂപയ്ക്ക് മുകളിലാണ് എത്താറുള്ളത്. എന്നാൽ ഇത്തവണയെല്ലാം തകിടം മറിഞ്ഞു. പൈനാപ്പിളിന് കിലോഗ്രാമിന് വെറും 30 രൂപയ്ക്ക് താഴെയാണ് വിലയുള്ളത്. സ്പെഷ്യൽ ഗ്രേഡ് പച്ചയ്ക്കാകട്ടെ 26 രൂപയുമുണ്ട്. കഴിഞ്ഞ വർഷം 50-52 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം നടന്നത്. ഉൽപാദന ചെലവ് കൂടുകയും വില കുറയുകയും ചെയ്തതോടെ ഇപ്പോൾ പൈനാപ്പിൾ കർഷകർ വറുതിയുടെ കാലം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ വർഷവും വേനൽക്കാല സീസൺ അത്ര മെച്ചമായിരുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഏപ്രിൽ പകുതിയോടെ വില 40 രൂപയിലേക്ക് താഴ്ന്നിരുന്നു. എന്നിരുന്നാൽ പോലും നഷ്ടമില്ലാതെയായിരുന്നു കച്ചവടം നടന്നത്. അന്ന് ഏപ്രിൽ മുതൽ വേനൽമഴ രാജ്യത്തുടനീളം ശക്തമായതായിരുന്നു വില താഴാൻ ഇടയാക്കിയത്. പക്ഷേ ഇത്തവണ വേനൽ കടുക്കുകയാണ്. പക്ഷേ പൈനാപ്പിൾ വിൽപ്പന വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കർഷകരും കച്ചവടക്കാരും വിപണി സജീവമാക്കിയത്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം അപ്രതീക്ഷിതമായി വന്നെത്തിയതോടെ എല്ലാം താറുമാറായി. പ്രത്യേകിച്ച് വിവാഹങ്ങളും ഇവന്റുകളും മാറ്റിവെക്കപ്പെട്ടതോടെ ഇത്തരം പഴങ്ങൾക്കുള്ള ആവശ്യക്കാർ വളരെ കുറഞ്ഞുവെന്നാണ് പറയുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് പ്രാദേശിക വിപണികളിലെ വിൽപ്പനയും കുറച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും ആവശ്യക്കാർ വരുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. LPG പ്രതിസന്ധിയും പൈനാപ്പിൾ കൃഷിയിൽ വില്ലനായി മാറുന്നു. റംസാൻ അടക്കമുള്ള സമയങ്ങളിൽ ഗൾഫിലേക്ക് വലിയ തോതിലാണ് കയറ്റുമതി പൈനാപ്പിളിന്റെ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പൈനാപ്പിൾ കയറ്റുമതി വർദ്ധിച്ചിരുന്നു. ഇത്തവണ പക്ഷേ കയറ്റുമതിയും കാര്യമായി ഉണ്ടായില്ല. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും സംസ്ഥാനത്തെ മലയോര മേഖലകളിലും പൈനാപ്പിൾ കൃഷി വ്യാപകമാകുന്നുണ്ട്. എന്നാൽ ഏക്കറിന് 80,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചിലവാക്കുന്നിടത്ത് 1 രൂപ പോലും തിരിച്ചു കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. പൈനാപ്പിൾ മേഖലയുമായി ബന്ധപ്പെട്ട് 10,000 കണക്കിന് പേരാണ് പ്രവർത്തിക്കുന്നത്. തൊഴിലാളികൾ കൂടുതലായി വരുന്നത് ജാർഖണ്ഡ്, അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ്. വിപണിയിൽ പെട്ടെന്നുണ്ടായ ഈ തകർച്ച മറികടക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് പൈനാപ്പിൾ കർഷക ലോകം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.